തികച്ച് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ചീരക്കറിയുടെ റെസിപ്പിയാണ്. ഈ ചീരക്കറിയിൽ തേങ്ങ അരയ്ക്കുന്നില്ല, അതുപോലെ തന്നെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ക്യാരറ്റൊക്കെ ചേർത്താണ് ചെയ്തെടുക്കുന്നത്. ഇതിനി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, പച്ചപ്പയറിൻ്റെ പരിപ്പ്. ഇനി പയറൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട, നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് വറുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കേണ്ടത്. ഇനി ഇത് കഴുകിയെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിനകത്തോട്ട് മാറ്റാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഞാനിതിൽ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ഇനി ചേർക്കേണ്ടത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പരിപ്പിനൊപ്പം വേകാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. പരിപ്പ് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം. ഒരു 3-4 വിസിൽ വേണ്ടി വരും. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ഇത് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം വെന്ത് വരണം. ക്യാരറ്റ് നല്ലവണ്ണം വെന്തിരിക്കുകയാണ്. ഇത് ഉടയ്ക്കണമെന്നൊന്നുമില്ല, പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഉടഞ്ഞ് വന്നോളും. ഞാൻ ഇത് വെന്തോന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കാണിച്ചാണ്. ഇനി ഞാനൊരു കുഴിഞ്ഞ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനി ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. നല്ല വലിപ്പമുള്ള 2 വെളുത്തുള്ളിയാണ്, ഒന്ന് കീറി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുക. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണേ. കനം കുറഞ്ഞരിഞ്ഞാൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ ഇതിൽ കടുകൊന്നും താളിച്ചിട്ടില്ല. ഇതിനകത്ത് കടുക് താളിക്കുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി, ആ ചെറിയൊരു സവാള വഴരാൻ വേണ്ടി മാത്രം. സവാള നല്ലവണ്ണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി 2 തക്കാളിയാണ്, മീഡിയം സൈസ് 2 തക്കാളി ചേർക്കുക. കൂടെ തന്നെ പച്ചമുളക് ചേർക്കുക. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൽ പൊടി ഐറ്റംസ്, അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കിട്ടേണ്ടത്, അതിൻ്റെ എരിവാണ് ഇവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് പച്ചമുളക് ഏറെ ചേർക്കണം, 3-4 എണ്ണം ചേർക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഏറെ ചേർക്കണം. പക്ഷേ അതിനകത്തുനിന്ന് 1-2 പച്ചമുളകിൻ്റെ കുരു മാറ്റിയതിന് ശേഷം ചേർക്കുക. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റും കിട്ടും, എരിവ് കുറവും കിട്ടും. തക്കാളി ഒരുപാടൊന്നും വഴന്ന് വരണ്ട, അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. ഇനി ചീര ചേർക്കുക. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ചീര ഇതാണ്. പച്ച കളറിലെ ചീര ചേർക്കാനായിട്ട് നോക്കണം, അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നല്ല അമക്കിയെടുത്ത് ഒരു 3 പിടി ചേർക്കുന്നുണ്ട് ഈ ഒരളവിന്, അതായത് 1/2 കപ്പ് പരിപ്പിന്. ചീരയായത് കാരണം കുറച്ചേറെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. വഴറ്റൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്ന പോലെ. ഒന്ന് ഇളക്കിയെടുത്തതേ ഉള്ളൂ. ഇനി ഇതിൽ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ചില ചീരയ്ക്ക് ഒരുപാട് വെള്ളം കാണും, അതുകൊണ്ട് കുറച്ചൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. ഉപ്പ് തക്കാളി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, ഇപ്പം ചേർക്കണ്ട. ചീരയൊക്കെ ഒന്ന് ഒതുങ്ങി വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ അളവനുസരിച്ച് ചേർത്താൽ മതി. വെന്ത് വരട്ടെ, ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെക്കാതെ വേവിക്കാൻ, ചില ചീര പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ചീരയുടെ വെള്ളം കൂടി കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ലവണ്ണം ചീരയുടെ കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൻ്റെ വറ്റിയിട്ടുമുണ്ട്. ഇനി ഈ ചീര നല്ലവണ്ണം ഉടച്ചെടുക്കണം, അതായത് കടഞ്ഞെടുക്കുക എന്ന് പറയത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കുഴിഞ്ഞ ചട്ടിയിൽ വെച്ചത്. ഇനി കറി കോരുന്ന ഇതുപോലൊരു തവി വെച്ചോ മത്ത് വെച്ചോ
നല്ലവണ്ണം ഇതുപോലെ ഒന്ന് തേച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചട്ടി വെച്ച് തന്നെ ഇങ്ങനെ തേച്ച് മത്ത് വെച്ചോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പൊട്ടറ്റോ ഉടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചായാലും മതി. ഏത് രീതിയിലാണെങ്കിലും നല്ലവണ്ണം ഇത് ഉടച്ച് കിട്ടണം. ആ പച്ചമുളകൊക്കെ നല്ലവണ്ണം തക്കാളി എല്ലാം ഉടഞ്ഞ് കിട്ടണം. അതും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ആറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിനകത്തിട്ടിട്ട് 2-3 പൾസ് അടിച്ചെടുക്കുക. ഒരുപാട് അരച്ചെടുക്കരുത്, അങ്ങനെ എടുത്താലും മതി. ഇത് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പരിപ്പ് വേവിച്ചത് ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല കട്ടിക്കാണ്. ഇനി ഒരു തിക്ക് ചാറായിട്ടാണ് ഈ ചീരക്കറി എടുക്കേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഇനി ഒഴിക്കുകയാണേ. നമ്മുടെ ചാറിന് ആവശ്യമുള്ള വെള്ളം ചേർത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ചീരക്കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും, അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് നീട്ടിയെടുക്കുന്ന കറിയല്ല, കുറുകിയെടുക്കുന്നതിൻ്റെ കറിയാണിത്. ഉപ്പും വെള്ളവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ലാസ്റ്റിലാണ് ചേർക്കേണ്ടത്. പരിപ്പൊക്കെ ചേരുന്നതാണ്. കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട, ഇങ്ങനെ കുമിളകൾ പോലെ തിളയ്ക്കാനായിട്ട് വരും. ആ ഒരു സമയം വരെ മാത്രം നല്ലവണ്ണം ഇളക്കി ചൂടാക്കിയാൽ മതി. അതായത് ഇങ്ങനെ ബബിൾ പോലെ വന്നില്ലേ, ഇത്രയും മാത്രം മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി താളിക്കുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ ചീരക്കറി നെയ്യിൽ വേണം താളിച്ചെടുക്കാനായിട്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. കടുകിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിനി സാധാരണ ചെയ്യുന്ന പോലെ ചെറുള്ളിയാണ് ചേർക്കുന്നത്. പക്ഷേ ചെറുള്ളി കുറച്ച് ഏറെയായിട്ട് ചേർക്കണം. അതുപോലെ തന്നെ നല്ലവണ്ണം ചെറുള്ളി വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ബ്രൗൺ ആകുന്നിടം വരെ വഴറ്റിയെടുക്കുകയും വേണം. ചെറുള്ളി ഒന്ന് പകുതി വഴറ്റിയെടുത്തതിന് ശേഷമാണ് കുറച്ചേറെയായിട്ട് വറ്റൽമുളക് ചേർക്കുക. ഇല്ലെങ്കിൽ വറ്റൽമുളക് നമുക്ക് കരിഞ്ഞു പോകും ആദ്യമേ ചേർക്കുകയാണെങ്കിൽ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ഉള്ളി ഒരുപോലെ ബ്രൗൺ ആകണം. ഇതുപോലെ ബ്രൗൺ ആയി തന്നെ വരണേ, അതുവരെ ഇളക്കിയെടുക്കണം. ഇനി ചൂടോടുകൂടി തന്നെ കറി ചേർക്കാം. താളിച്ചൊഴിച്ച ഉടനെ തന്നെ കറിയിട്ട് ഇളക്കരുത്. ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ ഒന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഈ കറി നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ആ ഉള്ളിയുടെയും നെയ്യുടെയും ടേസ്റ്റ് എല്ലാം കൂടെ. മൊത്തത്തിൽ നെയ്യ് ചേർക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളമ്പുന്ന സമയമുണ്ടല്ലോ, വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് വിളമ്പുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പരിപ്പിൻ്റെ മേളിൽ നമ്മൾ നെയ്യ് ഒഴിക്കത്തില്ല, അതുപോലെ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ കറിയുടെ കൂടെ ഒരു പപ്പടം അച്ചാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നോൺ വെജ് വേണമെന്നുള്ളവർക്ക് മാത്രം ഒരു മീനിൻ്റെ ഫ്രൈഡ് ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കിയിടാനും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.